നമസ്കാരം. ഒരു പരമ ചെറ്റയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ തൊപ്പീൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഈ ലോകത്ത് ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഒരാളെ നാറ്റിക്കാൻ വേണ്ടി ഇപ്പൊ മമ്മൂട്ടിന്റെ മോഹൻലാലിന്റെ വോയിസ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കി തരട്ടെ. കാലം മാറിയ ചാച്ച. ഈ ലോകത്തിന്റെ ഒരു പോക്കേ എന്തെല്ലാം പറഞ്ഞു നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാക്കി തരോടെ വെച്ച് ആരെ വെച്ചുമാണ് വോയിസുകൾ ഉണ്ടാക്കാം. മനസ്സിലാ? ഇതാണോ പുതിയ സംഭവം? പുതിയ കണ്ടുപിടുത്തമായിട്ട് വന്നേക്കുന്നത്. ഇത് വീഡിയോയിലാണെങ്കിൽ ഓക്കെ വിശ്വസിച്ചോ. ഈ ഓഡിയോ ക്ലിപ്സ് ഇതെങ്ങനെ വിശ്വസിക്കും? വെറുതെ കിടന്ന് ഉരുളാദാശനെ ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതെങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നത്? ഇത് കുറെ ആൾക്കാർ വിശ്വസിച്ചിട്ട് ഞാൻ അത് ചെയ്തെന്നും പറഞ്ഞ് നിക്കാം. പൊട്ടനെ ചെട്ടി കഴിച്ച ചെട്ടിയെ ദൈവം ചതിക്കും. ഞാൻ അത് പറഞ്ഞെന്നും പറഞ്ഞ് നിക്കാം. ഞാൻ പറയാ എല്ലാം ഞാൻ തെളിയിക്കും. ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. കള്ളെ കാട്ടുകളെ തൊപ്പിച്ചേട്ടൻ തെളിയിച്ച ഒരു സാധനം എനിക്ക് കാണിച്ചു തരട്ടെ മക്കൾക്ക്. കോഴിക്കോട് നമ്മളെ പാകിസ്ഥാനിന്റെ നാടല്ലേ? അവിടെ ഞാൻ സപ്ലൈ ഇറങ്ങിയിട്ടുണ്ട്. സപ്ലൈ എത്തിയിട്ടുണ്ട്. എടാ യൂസപ്പേ വല്ലതും പിടികിട്ടിയ ഭയങ്കര അർത്ഥം ഇതിനൊക്കെ. എടാ നാറി, അത്രയ്ക്ക് സഹിക്കാൻ പറ്റില്ലെങ്കിലേ പോയി വല്ല മുള്ളുമരിക്കലും കാരണം. നീ ഇത്ര നാണം കെട്ട ഒരുത്തനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. സെറ്റാക്കി വെച്ചോ. പോയോടെ റൂമിൽ മണം വിടണ്ട. സെറ്റാക്കി വെച്ചോ. പോയോടെ റൂമിൽ മണം വിടണ്ട. തെണ്ടി, ഇതാണോ സംസ്കാരം? എടോ പൊന്നുനാരി, നിങ്ങൾ ഇമാതിരി ഒരു മുറ്റിന് വന്ന് ഞാൻ അറിഞ്ഞില്ല. ഇത് ഞങ്ങൾ വിശ്വസിക്കട്ടെ? ഇതും AI ആണോ? ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. തൊപ്പി വൈകി കൂടെ പിന്നെ സ്ത്രീകൾ നടന്നു പോകുന്ന സമയത്ത് നോക്കി വെച്ചോ. ടോമിയെ, ഓ അവളെ ഒന്ന് ചുണ്ണാമ്പ് വെച്ച് വെച്ചേര്. നേരം കാലമൊക്കെ വെക്കുമ്പോ മുറുക്ക. ബ്രസ്റ്റിന്റെ സൈസ്, ബ്രസ്റ്റ് എങ്ങനെയാണ്, ഒരു പകൽമാന്യ പെണ്ണുപിടിയൻ. ബ്രസ്റ്റ് എങ്ങനെയാണെങ്കിൽ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. കൂടുതലൊന്നും പറയണ്ട. റൂമിലെത്തി നമുക്ക് വാണം വിടാനുള്ളതാണ് എന്നൊക്കെ. എടാ നാറി, നിനക്ക് നാണോ? ഇനി നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ നിഹാദെ? അയ്യോ, സ്ത്രീകളെ ഡിസ്റെസ്പെക്ട് ചെയ്തേന് മമ്മൂന്റെ മുഖത്ത് ചവിട്ടിയാണോ നിന്റെ ആടെ ചവിട്ടണ്ടേ? അത് പിന്നെ അത് ഇതൊന്നുമല്ല, ശുദ്ധ ബോധം തന്നെ. ഇവിടെ എന്തൊക്കെ ബഹളായിരുന്നു, ഇപ്പൊ എന്തായി? ഞാൻ എന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പാണെന്ന്. എടാ, വൈകേ പോകുന്ന പെമ്പിള്ളറായിട്ട് സ്ത്രീകളാവട്ടെ പെൺകുട്ടികളാവട്ടെ, നിന്റെ ആടെ ചവിട്ടണ്ടേ ഞങ്ങള്? ഇത് നിനക്കുള്ള അടിയല്ല, നിന്റെ അച്ഛനുള്ള അടിയാ. ഇമാര് ഉരുപ്പടിനൊക്കെ ഭൂമിയിലോട്ട് ഇറക്കുന്നതിന് കേട്ടാ.